ആരാന്നറിയോ? എങ്ങനെ അടിക്കുമെന്നറിയോ? ഇതെന്ത് പറ്റി? വളിച്ചു പോയ പുളിശ്ശേരി പോലെ ഉണ്ടല്ലോ മോന്ത. ഇതൊന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്നെ നിനക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല അല്ലേ? ബട്ടൺ എപ്പോഴും ഇട്ടോണ്ടിരിക്കോ? അതിനുവേണ്ടിയല്ലേ ഇത് വെച്ചിരിക്കുന്നത്? ഏലസിംഗ് തന്നോളൂ സ്വാമി, ഞാൻ തന്നെ പുറ്റിനകത്ത് വയ്ക്കാം. ഏലസ് തനിക്ക് വെക്കാൻ കഴിയില്ല, ഗംഗയ്ക്ക് അതിന് കഴിയൂ. ഗംഗ ഇപ്പോഴും പുറ്റിന് പൂജ ചെയ്യുന്നുണ്ടല്ലോ. മന്ത്രയോഗത്തിനുള്ള ശക്തി ഭക്തിയോഗത്തിനുമുണ്ട്. നന്ദിനിയെ ബന്ധിക്കാൻ എനിക്കെത്രമാത്രം ശക്തിയുണ്ടോ അതേ ശക്തി ഗംഗയിലുമുണ്ട്. എന്നെ വീണ്ടും ബന്ധിക്കാനുള്ള പുറപ്പാടാണല്ലേ? ആര് വിചാരിച്ചാലും ഇനി അത് കഴിയില്ല. താൻ ഗംഗയെ വിളിക്കേ, അവൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. സ്വാമി, ഗംഗയോട് പൂജയുടെ കാര്യം മാത്രമേ പറയാവൂ, വേറൊന്നും അവൾ അറിയരുത്. രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കും. താനാദ്യം ഗംഗയെ വിളിക്കേ. ശരി സ്വാമി. ഗംഗേ, അച്ഛാ, സ്വാമി വിളിക്കുന്ന അകത്തേക്കൊന്ന് വാ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഗംഗയോട് പറയാനുണ്ട്. ഗംഗേ, അടുത്ത പൗർണമിക്ക് എനിക്ക് പകരം കുട്ടി വേണം പുറ്റിന് പൂജ ചെയ്ത് ഏലസ് വെക്കും. എന്നെ ബന്ധിക്കാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണോ നീ? എന്റെ ആ സഞ്ചിയില് ഏലസ് വെച്ചിട്ടുണ്ട്, അത് ഇങ്ങെടുത്തോണ്ട് വാ. ഞാൻ അതിൽ തൊട്ടാൽ തീർച്ചയായും എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഗംഗേ, എടുത്തിട്ട് വാ മോളെ. അല്ല, അശുദ്ധിയോടെ ഞാനതിൽ തൊടരുത്. രാജശേഖര. എന്താ സ്വാമി? എങ്കിൽ താന് ആ ബാഗ് ഇങ്ങെടുക്ക. ആ ശരി. ഗംഗേ, പൗർണമി നാളില് പുറ്റിന് പൂജ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രം തെറ്റുകൂടാതെ ചൊല്ലി ഈ ഏലസ് പുറ്റിനകത്ത് വെക്കണം. രാജശേഖര, ഈ പുസ്തകം തന്റെ കയ്യിലിരിക്കും. ഗംഗേ, ഈ നാഗശാസ്ത്രത്തിലുള്ള മന്ത്രങ്ങളെല്ലാം ഞാൻ ഉപദേശ രൂപേണയാണ് നിനക്ക് ചൊല്ലിത്തരേണ്ടത്. പക്ഷേ ഇപ്പൊ എനിക്കതിനാവില്ല. എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് എനിക്കതിന് കഴിയുകയില്ല. ഈ പുസ്തകത്തില് ഗംഗ ചൊല്ലേണ്ട മന്ത്രങ്ങൾ അടങ്ങിയ ഭാഗം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ മാത്രമേ കുട്ടി ഉപാസിക്കുവാൻ പാടുള്ളൂ. രാജശേഖര. എന്താ സ്വാമി? ഈ പുസ്തകം ശ്രേഷ്ഠമായ ഒന്നാണ്. ഭദ്രമായി വെക്കണം. ശരി സ്വാമി. സ്വാമി, രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലേ? എല്ലാം നോർമലാണല്ലോ. ബോഡിയിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് വേദന തോന്നുന്നുണ്ടോ? കാലിന് മാത്രമേ കുറച്ച് വേദനയുള്ളൂ. അത് കാലിൽ ഓപ്പറേറ്റ് ചെയ്ത് പ്ലേറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വേദന ഉണ്ടാവും. ഇനി ഒരു മൈനർ ഓപ്പറേഷൻ കൂടിയേ ചെയ്യാനുള്ളൂ. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ പഴയ പോലെ നോർമൽ ആയിക്കോളും. ദർ ഇസ് നത്തിങ് ടു വറി. സിസ്റ്റർ, ഡോക്ടർ, ഡ്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഓക്കേ ഡോക്ടർ. ടേക്ക് കെയർ. അതിന് തരും. ഈ മരുന്ന് കേറുമ്പോ സാറിന് ചെറിയൊരു മയക്കം തോന്നിയേക്കും. സ്ട്രെയിൻ ഒന്നും ചെയ്യണ്ട, കുറച്ചു നേരം കണ്ണടച്ച് കിടന്നോളൂ സാർ.
സിസ്റ്ററെ, ഇത് കുറേശ്ശെ കയറ്റുന്നതിന് പകരം ഒരേ ഒരു ഇഞ്ചക്ഷൻ എടുത്താ പോരെ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സാർ. ഇത് ഹെവി ഡോസാ. കുറച്ചായിട്ട് ഈ മരുന്ന് ശരീരത്തിൽ കയറാവൂ. അളവിൽ കൂടുതലാവാൻ പാടില്ല. അത് പിന്നെ ജീവന് തന്നെ ആപത്താവും സാർ. വാൽവ് ഈ ഒരു അളവിലേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ കൃത്യമായ അളവിൽ മരുന്ന് കയറും. ഒരു ഡ്രോപ്പ് കൂടുന്നത് പോലും പ്രശ്നമാണ് സാർ. സാർ, പേഷ്യന്റ് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ പുറത്തേക്ക് ഇരുന്നോളൂ. ആ ശരി മോളെ. വാ. സ്വാമി, ഞങ്ങൾ എന്നാ ഇറങ്ങുക. എല്ലാം ഉടനെ ശരിയാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. വരട്ടെ സ്വാമി. ശരി. വാ മോളെ. വാ. ഗംഗേ, നിങ്ങൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യേ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി അച്ഛാ. എന്തോ പറഞ്ഞല്ലോ. ഇത് ഹെവി ഡോസാ. കുറച്ചായിട്ട് ഈ മരുന്ന് ശരീരത്തിൽ കയറാവൂ. അളവിൽ കൂടുതലാവാൻ പാടില്ല. അത് പിന്നെ ജീവന് തന്നെ ആപത്താവും സാർ. സാർ, വാൽവ് ഈ ഒരു അളവിലേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഡ്രോപ്പ് കൂടുന്നത് പോലും പ്രശ്നമാണ് സാർ. ഗംഗ ചേച്ചി, എന്താ ചേച്ചി ഇത്ര ആലോചിക്കാനുള്ള? എന്റെ കൂടെ ഇരിക്ക്. ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. മോൾ ഇവിടെ തന്നെ ഇരിക്കട്ടോ. ശരി.
സ്പെഷ്യൽ വാർഡിലിരിക്കുന്ന ഡസ്റ്റ്ബിൻ ഒന്ന് ക്ലീൻ ചെയ്തേക്കണേ. ആ ശരി. നീ എന്നോട് ചെയ്ത ദ്രോഹത്തിന് ശ്വാസം കിട്ടാതെ നീ പെടഞ്ഞു മരിക്കണം. അടുത്ത ജന്മത്തിലെങ്കിലും നീ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക. ദേവസേനെ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഗംഗ എവിടെ പോയി? വാഷ്റൂമിൽ പോയേക്കോ ചാച്ചാ. എന്ത് ഗെയിമാ മോളെ ഇത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ ഗെയിമിന്റെ പേരറിയോ? റിവഞ്ച് ഓഫ് റീറ്റ. റീറ്റയുടെ അച്ഛനെ അമ്മയും കൊന്ന റീറ്റയ്ക്ക് ആരും ഇല്ലാതാക്കി ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടേക്കുവാ. അവിടുന്ന് റീറ്റ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്ന വില്ലന്മാരോട് പക വീട്ടും. എങ്ങനെയുണ്ട് അച്ചാച്ച ഗെയിം? അച്ചാച്ചൻ എന്താ വല്ലാതിരിക്കുന്നെ? ഗെയിം ഇഷ്ടായില്ല അല്ലേ? ഒന്നുമില്ല മോളെ, നീ കളിച്ചോ. കളിച്ചോ. എല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ നടത്തിയിട്ട് അവസാനം അബദ്ധം പറ്റിയല്ലോ. എവിടെ നോക്കി നടക്കുന്നത്? കണ്ണു കണ്ടൂടെ നിങ്ങൾക്ക്? സോറി, ഞാൻ കണ്ടില്ല കേട്ടോ. മനുഷ്യന്റെ മേത്തൊന്നും അടിച്ചിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ.
ഞാൻ ഈ ബാഗ് മറന്നു വെച്ചിട്ട് പോയത് ഒരു കണക്കിന് നന്നായി. ഇല്ലെങ്കിൽ ഇവൻ അനുഭവിക്കുന്ന ഈ നരകവേദന കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോകുമായിരുന്നു. സോറി, ഇറ്റ്സ് ഓക്കെ. ഞാൻ ശ്രദ്ധിച്ചില്ല. സൂക്ഷിച്ച് നടക്കണ്ടേ? താങ്ക്സ്. എന്തു പറ്റി ഈ കുട്ടിക്ക്? ആകെപ്പാടൊരു പന്തികേടുണ്ടല്ലോ കണ്ടിട്ട്. സിസ്റ്റർ, ഡോക്ടർ? വാർഡ് നമ്പർ 12 പേഷ്യന്റിന് ഞാൻ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ കൊടുത്തിരുന്നു. ആ, കൊടുത്തു ഓക്കേ, ഡോക്ടർ. വരൂ. ഡോക്ടർ, എന്തു പറ്റി? എന്താ ഇദ്ദേഹം കിടന്നിങ്ങനെ വിറയ്ക്കുന്നത്? സ്വാമി, സർ, സർ, സ്വാമി, ഞാൻ പോകുന്നവരൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അയ്യോ സ്വാമി. ഡോക്ടർ ഇത് എന്താ സ്വാമി. പറ്റിയത്? നോർമലാണ്. പെട്ടെന്ന് ഇങ്ങനെ വരാൻ. സിസ്റ്റർ, മെഡിസിൻ വല്ലതും മാറി കൊടുത്തോ നിങ്ങൾ? ഇല്ല ഡോക്ടർ, സ്വാമിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയോളൂ ഡോക്ടർ. അതുവരെ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. സർ, 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 ജസ്റ്റ് റിലാക്സ്, റിലാക്സ്. ആരാ ഈ ട്രിപ്പിന്റെ സ്പീഡ് എത്ര കൂട്ടി വെച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? അത് ഡോക്ടർ, ഇത്രയ്ക്ക് കെയർലെസ് ആയി പോയല്ലോ നിങ്ങളൊക്കെ. സോറി, സൂക്ഷിച്ച് നടക്കണ്ടേ? ആരാ ഈ ട്രിപ്പിന്റെ സ്പീഡ് എത്ര കൂട്ടി വെച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഡോക്ടർ, ഞാൻ ഇത്രയ്ക്ക് കെയർലെസ് ആയി പോയല്ലോ നിങ്ങളൊക്കെ. സോറി, സൂക്ഷിച്ച് നടക്കണ്ടേ? നിങ്ങളോടാ ചോദിച്ചത്. ആരാ ഇതിന്റെ സ്പീഡ് കൂട്ടി വെച്ചത്? സോറി ഡോക്ടർ, ഞാൻ അറിയാതെ അതിന്റെ അളവ് കൂട്ടി വെച്ചു എന്നാ തോന്നുന്നത്. ഇഡിയറ്റ്. നാണമല്ലോ ഒരു നേഴ്സായ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യം പോലും അറിയില്ല എന്ന് പറയാൻ. ഷെയിം ഓൺ യു. സോറി ഡോക്ടർ. സ്വാമിക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിന് എത്ര വലിയ ചീത്തപ്പേരുണ്ടാവുമായിരുന്നു. ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാതായി പോയല്ലോ നിങ്ങൾക്ക്. പേഷ്യൻസിന്റെ ജീവൻ വെച്ചല്ല കളിക്കേണ്ടത്. നിങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിയുമ്പോ എന്നെ ക്യാബിൽ വന്ന് കാണണം. നേഴ്സ് അത്ര നേഴ്സ്. എന്താ ചെയ്ത്? ചേച്ചിയാണ് ഇങ്ങനെ ചെയ്തേ? ചേച്ചിക്ക് ഇങ്ങനെ അബദ്ധമൊന്നും പറ്റാത്താണല്ലോ. ഇത് ഞാനല്ല ചെയ്തേ, പക്ഷേ ചെയ്തതാരാണെന്ന് എനിക്കറിയാം. അതാരാ? ഈ പേഷ്യന്റിനെ കാണാൻ വന്ന വിസിറ്റർ. അവൾ ഈ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ സമയമായിട്ടില്ല. വാ, അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. വേഗം വാ. എന്നാ വായോ ചേച്ചി. സ്വാമിയുടെ കഥ കഴിഞ്ഞെന്നാ തോന്നുന്നത്. അത് അവർക്കൊക്കെ ഈ പരിഭ്രമം. എവിടെ പോയി ഇവള്? ഛേ, ആ നേഴ്സ് എന്നെയായിരിക്കും അന്വേഷിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ചേച്ചി ഇതുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആദ്യം ഒന്ന് പറയുന്നത്. മിണ്ടാതെ വാ. ഛേ, ഇവളിത് എവിടെ പോയി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോ താഴെ പോയി കാണും. വാ നോക്കാം.
വന്നോ മോളെ? അച്ഛൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. നമുക്ക് പോയാലോ മോളെ? ശരി അച്ഛാ. ആ മോള് വാ. വാ. ഈ ഭാഗത്തുണ്ടോ നോക്കാം ചേച്ചിയെ. കേറിക്കോ മോളെ. അച്ചാച്ചാ, എന്താ മോളെ? എനിക്ക് ഐസ്ക്രീം വേണം. അതിനെന്താ? അച്ഛാ വാ. വേണ്ട അച്ഛാ, പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. എന്താ മോളെ ഇത്? കുഞ്ഞെന്തെങ്കിലും വേണമെന്ന് പറയുമ്പോ നീ എന്തിനാ തടസ്സം നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയില്ലേ ഇപ്പോ? അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അച്ഛാ. ഓ, അപ്പൊ അതാണ് കാര്യം. അതങ്ങനെ തന്നെ വേണം മോളെ. നമുക്ക് പോയേക്കാം. ദേവസേനെ, ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ നീ വണ്ടി വന്നിട്ടേ കഴിക്കാവൂ, കേട്ടോ? ശരി അച്ചാച്ചാ. ആ, എന്നാ നിക്കേ. വാ മോളെ. അവരാണോ?